ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെറസ് കൃഷിയുടെ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ്. ഓരോ പ്രാവശ്യം പ്ലാന്റുകളെല്ലാം പോയി ഇപ്പോൾ മാറ്റി വെച്ചു. ഇപ്പോൾ ജനുവരി ഇന്ന് 2-ാം തീയതിയാണ്. നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ കൂടുതൽ വീടൊന്നും പറയുന്നില്ല. ചെടിയെല്ലാം മുളകാണ് എത്ര വെച്ചത്. മുളകും ക്യാപ്സിക്കം വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ മാസം ഞാൻ മൂന്നാറിൽ പോയപ്പോൾ മൂന്നാറിൽ നിന്ന് ഒരു നഴ്സറിയിൽ നിന്ന് ഒരു സ്ട്രോബെറിയുടെ തൈ മേടിച്ചു തുടങ്ങി. എന്തോ അങ്ങനെ അവിടെ നിന്ന് മേടിച്ചാണ്. പക്ഷേ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. നിറച്ച് പൂ വിരിഞ്ഞു. അതുകൂടാതെ എനിക്കൊരു കായ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സ്ട്രോബെറിയിൽ പഴം പഴുത്ത് ഒരെണ്ണം ഉണ്ടായിരിക്കണത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ പിന്നെ നിറച്ച് പൂ ഉണ്ടായിട്ടുണ്ട്. കുറേ പൂക്കൾ എക്സ്ട്രാ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറി ഇവിടെ ഉണ്ടാവും. വലിയ കാര്യമായിട്ട് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കൗതുകത്തിനുള്ള ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ വള്ളി നീണ്ടു പോയപ്പോൾ അടുത്തൊരു ഗ്രോബാലേക്ക് നീട്ടി വീണു. ഇനി ഇതിൻ്റെ ഇങ്ങേ സൈഡിലൊരു വള്ളി വന്നിട്ടുണ്ട്. തയ്യുണ്ടോ? ഇത് ഞാൻ അടുത്തൊരു ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ. അപ്പോൾ ഇങ്ങനെ 2-3 ചട്ടിയിലേക്ക് മാറി നിൽക്കുമ്പോൾ കുറേ തൈകളുണ്ടാവുകയും ചെയ്യും. നിറച്ച് കായ ഉണ്ടാവും. പിന്നെ ഞാനവിടെ ഒരു പടവലം വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ പടവലത്തിൽ ഇതുപോലെ പൂവിട്ടായിട്ടുണ്ട്. അതുപോലെ ഇത് കാവിരിഞ്ഞു. ഫസ്റ്റ് കാവിരിഞ്ഞിട്ടുണ്ട്. കാവിരിഞ്ഞിട്ട് പടവലത്തിൽ കായിട്ടായിട്ടുണ്ട്. ന്യൂട്രിയൻസ് നമ്മുടെ AB സൊല്യൂഷൻ തന്നെയാണ് ന്യൂട്രിയൻസ്. ഞാൻ AB സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. AB സൊല്യൂഷനാണ് ഞാനിൽ നമ്മുടെ ടാങ്കിൽ കലക്കി വെച്ചത്. ഇത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ്. AB സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ ഞാനൊരു 1500 TDS ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കൺട്രോൾ സിസ്റ്റം വഴിയാണ് ചെയ്യുന്നത്. 4 നേരം നനയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് കൊടുക്കും, ഉച്ചയ്ക്ക് ഒരു 11:30, അതുപോലെ ഒരു 1:30, അതുപോലെ 4:30. ഞാൻ 4 ഷെഡ്യൂളായിട്ട് ഓരോ മിനിറ്റ് വീതമാണ് ഞാൻ നനയ്ക്കാനായിട്ട് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ഓക്കെ, താങ്ക് യു.